ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് കുറച്ച് പ്ലാന്റുകൾ പരിചയപ്പെടുത്തുകയാണ്. അതിലാദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കാർഡിനൽ ക്രീപ്പറാണ്. ഇതൊരു ഐപ്പോമി വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണിത്. സുന്ദരമായിട്ടുള്ള അടിപൊളി പിങ്ക് കളറോട് കൂടിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇത് നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത്. ഇതും ഒരു വള്ളിച്ചെടിയാണ്. ഇത് മണിമുല്ലയാണ്. നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. ഇതും നമുക്ക് നല്ല ഭംഗിയായിട്ട് മതിലിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അടുത്തത് നല്ല ഭംഗിയുള്ള ആന്തൂറിയം പ്ലാന്റ്. ഇതിന്റെ ലീഫ് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് നിക്കോഡിയാണ്. ഇതിന്റെ ലീഫും അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവറും ഒരുപോലെ ഭംഗിയുള്ളതാണ്. നല്ലൊരു ബൊക്കെ പോലെ തോന്നും നമുക്കിത്. നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റും ആണ്. അതുപോലെ നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫും കാണാനായിട്ട്. ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെല്ലാം നമുക്ക് 80 രൂപയാണ് വരുന്നത്. മണിമുല്ലയ്ക്കും 80 ആണ്. ഈ കാണുന്ന നിക്കോഡിയ പ്ലാന്റിനും 80 രൂപയാണ്. ഇതിന്റെ വലിയ സൈസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ലെൻഡാന പ്ലാന്റ്. ലെൻഡാനയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത്. ഇത് നമുക്ക് പോട്ടിലും അതുപോലെ നമുക്ക് മുറ്റത്തും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. നമുക്ക് ഇത് നമ്മുടെ മുറ്റത്തൊക്കെ നന്നായിട്ട് ഗാർഡന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അസേലിയ പ്ലാന്റ്. അസേലിയയുടെ ഈ കളറിന് പിങ്ക് നിറത്തിലെ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. ബാക്കിയെല്ലാം വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിങ്ക് കളറിലുള്ളത് 170 പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത്. ബാക്കി എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എനിക്ക് വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.